ഹലോ ഡിയർ സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2024 ഡിഗ്രി ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1/6/2024 വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓൺലൈനായിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻസ് നൽകേണ്ടത്. സെൻട്രൽ അലോട്ട്മെൻറ്റ് സിസ്റ്റം വഴിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഡിഗ്രി അഡ്മിഷൻസ് നടക്കുന്നത്. നിങ്ങൾ +1 അപ്ലൈ ചെയ്തതുപോലെയുള്ള ഒരു അലോട്ട്മെൻറ്റ് സംവിധാനമാണ്. ആപ്ലിക്കേഷൻസ് നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ള കോളേജും ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കോഴ്സ് ഏറ്റവും ആദ്യത്തെ ഓപ്ഷനായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. http:/admission.uoc.ac.in ഈ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻസ് നൽകേണ്ടത്. ഒരാൾക്ക് മാക്സിമം 20 ഓപ്ഷൻസ് വരെ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്നുള്ളത് നോക്കാം. SC/ST കാറ്റഗറി ആണെങ്കിൽ 195 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ബാക്കിയുള്ള കാറ്റഗറി അതേഴ്സ് ആണെങ്കിൽ 470 രൂപയാണ് വരുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ 5 ജില്ലകളാണ് വരുന്നത്. ഈ 5 ജില്ലകളിലെയും ഗവൺമെൻറ്, എയ്ഡഡ്, സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെയും യൂണിവേഴ്സിറ്റി സ്റ്റഡി സെൻറ്ററിലേക്കുള്ള എല്ലാ അഡ്മിഷനും ഈ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സ് വഴിയാണ് നടക്കുന്നത്. പിന്നെ ഈ വർഷം മുതൽ 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ ഈ ഒരു അക്കാദമിക് ഇയർ മുതലാണ് 4 ഇയർ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 ഇയർ ഡിഗ്രിയിൽ മെയിനായിട്ട് 3 പാത്ത് വേസ് ആണുള്ളത്. അതായത് നിങ്ങൾക്ക് 3-ാമത്തെ വർഷം വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 3-ാമത്തെ വർഷം എക്സിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ 4-ാമത്തെ വർഷവും കൂടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഓണേഴ്സ് സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുന്നത്. ഇനി 4-ാമത്തെ വർഷം റിസർച്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും ലഭിക്കുക. സോ ഇതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോർമലി ഏത് കോഴ്സാണോ വേണ്ടത് അതിന് അഡ്മിഷൻ എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മാർക്കെല്ലാം അനുസരിച്ചിട്ടായിരിക്കും, ഓരോ സെമസ്റ്ററിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കൊക്കെ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് 4-ാമത്തെ വർഷം റിസർച്ച് ചെയ്യാനും 4-ാമത്തെ വർഷത്തിലേക്ക് പോകാനൊക്കെ സാധിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ അത്ര കൺസേൺഡ് ആവേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഗവൺമെൻറ് കോളേജിലെ സീറ്റ് റിസർവേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ഓപ്പൺ കോട്ടയിൽ, അതായത് മെറിറ്റ് സീറ്റുകൾ 50%. ബാക്കി 50% സീറ്റ് റിസർവേഷനാണ്. അത് ഏതൊക്കെ കാറ്റഗറിയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ETB കാറ്റഗറി, ഈഴവ, തീയ, ബിലവ കമ്മ്യൂണിറ്റിക്ക് 8% സീറ്റും, മുസ്ലിം കമ്മ്യൂണിറ്റി 7%, ലാറ്റിൻ കാത്തലിക് അതർ ദാൻ ആംഗ്ലോ ഇന്ത്യൻ 1%, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ OBX 1%, അതർ ബാക്ക്വേർഡ് ഹിന്ദു OBH 3%. എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് EWS കാറ്റഗറി ആണെങ്കിൽ 10%, SC 15%, ST 5%. സോ ഇങ്ങനെയാണ് റിസർവേഷൻ കാറ്റഗറി വരുന്നത്. നിങ്ങൾ ഇതിലേതെങ്കിലും കാറ്റഗറിയിൽ പെടുന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി അതുകൂടാതെ യൂണിവേഴ്സിറ്റിക്ക് ഒരു മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുവാണെങ്കിൽ മാൻഡേറ്ററി ഫീ ആയിട്ട് ഒരു 540 രൂപ അടക്കാനുണ്ട്. ഇനി നമുക്ക് അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഹാജരാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകിയതിൻ്റെ പ്രിൻ്റ് ഔട്ട്, അഡ്മിറ്റ് കാർഡ്, അതായത് ഏത് കോളേജിലേക്കാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ അഡ്മിറ്റ് കാർഡ്, യൂണിവേഴ്സിറ്റിയിലേക്കുള്ള മാൻഡേറ്ററി ഫീ അടച്ചതിൻ്റെ റെസീപ്റ്റ്, ഏജ് പ്രൂഫ്, ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ്, അതായത് +2ൻ്റെ മാർക്ക് ഷീറ്റാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ TC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ്. NIOS സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്. ഇത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് മാത്രം ആവശ്യമുള്ളൂ. എന്തെങ്കിലും ബോണസ് പോയിൻ്റ് അല്ലെങ്കിൽ വെയിറ്റേജ് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. ഇനിയുള്ളത് ഓരോ കോഴ്സിൻ്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. നിങ്ങൾ ഓരോ കോഴ്സും സെലക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അറിഞ്ഞിട്ടുണ്ടാവണം. അതിനുശേഷം വേണം കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട്. ഫസ്റ്റ് BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണ്.
പ്ലസ് ടുവിന് നിങ്ങൾ ഏത് സ്ട്രീം എടുത്ത് പഠിച്ചാലും കുഴപ്പമില്ല. സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും BA ഇംഗ്ലീഷ് കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്ലസ് ടുവിന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പേപ്പറിന് ലഭിച്ച മാർക്കാണ് ഇൻഡെക്സ് മാർക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2. BA ഫങ്ഷണൽ ഇംഗ്ലീഷ് ഓണേഴ്സ്. പ്ലസ് ടുവിന് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഇംഗ്ലീഷിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്ലസ് ടുവിൻ്റെ ടോട്ടൽ മാർക്കും ഇംഗ്ലീഷ് പേപ്പറിൻ്റെ മാർക്കുമാണ് വെയിറ്റേജ് മാർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. BA ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓണേഴ്സ്. പ്ലസ് ടുവിന് ഏത് സ്ട്രീം ആണെങ്കിലും അപ്ലൈ ചെയ്യാം. BA സാൻസ്ക്രിറ്റ് സാഹിത്യ ഓണേഴ്സ്. BA മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓണേഴ്സ്. പ്ലസ് ടുവിന് ഏത് സ്ട്രീം ആണെങ്കിലും ഈ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാം. BA ഉറുദു ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. BA തമിഴ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. പ്ലസ് ടു ഏത് സ്ട്രീമിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം. BA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. BA ഫങ്ഷണൽ അറബിക് ഓണേഴ്സ്. BA അഫ്സൽ ഉൽ ഉലമ ഇൻ അറബിക് ഓണേഴ്സ്. പ്ലസ് ടു ഏത് സ്ട്രീമിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. BA അപ്ലൈഡ് ഫിസിക്സ് ഓണേഴ്സ്. പ്ലസ് ടുവിന് സയൻസ് സ്ട്രീം പഠിച്ച് പാസ്സായിരിക്കണം. BSc അക്വാ കൾച്ചർ ഓണേഴ്സ്. പ്ലസ് ടുവിന് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഇത്രയും സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടാവണം. അതിന് മിനിമം 45% മാർക്ക് വേണം. BSc അക്വാ കൾച്ചർ ആൻഡ് ഫിഷറി മൈക്രോബയോളജി ഓണേഴ്സ്. പ്ലസ് ടു സയൻസ് സ്ട്രീം. BSc ബയോ കെമിസ്ട്രി ഓണേഴ്സ്. പ്ലസ് ടുവിന് സയൻസ് സ്ട്രീമിൽ ബയോളജിയും കെമിസ്ട്രിയും പഠിച്ചിട്ടുണ്ടാവണം. BSc ബയോടെക്നോളജി ഓണേഴ്സ്. പ്ലസ് ടു ബയോളജി സയൻസ്. BSc ബോട്ടണി ഓണേഴ്സ്. പ്ലസ് ടു ബയോളജി സയൻസ്. BSc കെമിസ്ട്രി ഓണേഴ്സ്. പ്ലസ് ടു സയൻസ് വിത്ത് കെമിസ്ട്രി ആസ് എ സബ്ജക്റ്റ്. BSc കമ്പ്യൂട്ടർ സയൻസ്. പ്ലസ് ടു സയൻസ് വിത്ത് മാത്തമാറ്റിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ IT. BSc കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് ഓണേഴ്സ്. പ്ലസ് ടു ഇൻ എനി സ്ട്രീം. BSc ഇലക്ട്രോണിക്സ് ഓണേഴ്സ്. പ്ലസ് ടു സയൻസ് മാത്തമാറ്റിക്സും ഫിസിക്സും ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇനിയും ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. അത് ഞാൻ പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പാർട്ട് 2 വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും.